ലോകം മുഴുവൻ ചറ്റുന്ന ആൾ ഒരു ടെക്സ്റ്റൈൽസ് കയറി ഒരു മുണ്ടുവാക്കി കൊടുത്താൽ എന്താ എന്നിട്ട് അവിടെ എന്തെടുത്തു? അവിടെ കാൽപ്പാട്. അത് എങ്ങനത്തെ കാൽപ്പാട്? സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെയല്ലേ. ഒരൊറ്റ പിഞ്ചുകുട്ടിയില്ല, അവിടെ അങ്ങൊരു കുട്ടികളില്ല. പക്ഷെ പാത്രത്തിൽ കണ്ട കാൽപ്പാട് ഒരു കുഞ്ഞിന്റെ കാൽപ്പാട്, ഒരു പൈതലിന്റെ കാൽപ്പാട്. അത്ഭുതല്ലേ? ഷെയ്ഖ് മൊഹീദ്ദീന്റെ കാൽപ്പാടാണ് അത്ര, ഒരു കുഞ്ഞിന്റെ കാൽപ്പാട്. പാത്രത്തിൽ എല്ലാവരും വിശ്വസിച്ചുകാരും ഒരു കുഞ്ഞും അവിടെ ഇല്ല, വല്ല മൊയ്തീൻ കുഞ്ഞുണ്ടെങ്കിലല്ലാതെ. മൊയ്തീൻ കുഞ്ഞിന്റെ കാലും വലിയ കാലാണ്, പക്ഷേ ഇതൊരു കുഞ്ഞിക്കാല്, ഒരു പൈതലിന്റെ കാൽ. ആ പൈതലിന്റെ കാല് പാത്രത്തിന് നടുവിൽ കണ്ടപ്പോ എല്ലാവരും വിശ്വസിച്ചു പോയി. ഷെയ്ഖ് എത്തി ഉറപ്പായി. കുഞ്ഞിക്കാൽ എത്ര വേണം? കുഞ്ഞിക്കാൽ എത്ര വേണം? നമ്മൾ ഉണ്ടാക്കി തരും, ഇവിടുന്ന് ഉണ്ടാക്കി തരും. ഒരു കുഞ്ഞും വേണമെന്നില്ല. കുഞ്ഞിക്കാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാ. അത് ഞങ്ങളും ഉണ്ടാക്കി തരാം, ഇങ്ങോട്ട് വന്നാൽ മതി. പാത്രം അരിപ്പൊടി ഇട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? ഉണ്ടാക്കാം. പക്ഷെ സാധാരണക്കാർക്ക് അത് അറിയില്ലല്ലോ. അതൊക്കെ മൂല്യർ വിദ്യകളാണ്. ആ മൂല്യർ വിദ്യകളിൽപ്പെട്ട വിദ്യകളിൽ ഒന്നാണ് കാൽപ്പാടുണ്ടാക്കൽ, കുഞ്ഞില്ലാതെ കുഞ്ഞിന്റെ കാൽപ്പാടുണ്ടാക്കൽ. ആ രൂപത്തിൽ കാൽപ്പാടുണ്ടാക്കിയിട്ട് സമൂഹത്തെ പറ്റിച്ച, അപകടത്തിൽപ്പെടുത്തിയ, ഈ രൂപത്തിൽ വിക്രിയകൾ കാണിച്ച് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സമൂഹത്തെ അബദ്ധത്തിലാഴ്ത്തിയിട്ട് ഈ രൂപത്തിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയ പൗരോഹിത്യം വിലപിക്കുന്നു. മുജാഹിദികൾക്കെതിരെ മുജാഹിദികൾ ശിർക്ക് വന്നോ? ഈ സമൂഹത്തെ കൊണ്ടുപോയത് എങ്ങോട്ടാ? ഈ രൂപത്തിലുള്ള നിരവധി അനവധി അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളിലേക്ക് മാത്രമല്ല. റിജാലുൽ ഗൈബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞെന്താ? റിജാലുൽ ഗൈബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് അല്ലാത്തൊരു റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ലോകത്ത്. അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവ് അവൻ അല്ലാഹു ആണെന്നാ. ലോകങ്ങളെ സംരക്ഷിക്കുന്നവൻ, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാചകം ഓതിപ്പടിച്ചവരാ നമ്മൾ. പക്ഷേ ഇവര് പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് റിജാലുൽ ഗൈബാണ്. ഈ റിജാലുൽ ഗൈബ് ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്കായിരിക്കും. അവർ കോൺഫറൻസ് കൂടുക, ഓരോ സ്ഥലത്തായിരിക്കും. എന്നിട്ട് മാസികയിൽ അതിന്റെ കോളം കൊടുത്തു വരച്ചു റിജാലുൽ ഗൈബ്. റിജാലുൽ ഗൈബ് എവിടെയുള്ളത്? 27-ാം തീയതിയും 19-ാം തീയതിയും 12-ാം തീയതിയും 4-ാം തീയതിയും പടിഞ്ഞാറ് ഭാഗത്ത. അന്ന് അങ്ങോട്ട് നോക്കി നിന്നിട്ടാണ്, പടിഞ്ഞാറ് തിരിഞ്ഞിട്ടാണ് റിജാലുൽ ഗൈബിനോട് പ്രാർത്ഥിക്കേണ്ടത്. 20-ാം തീയതിയും 13-ാം തീയതിയും 5-ാം തീയതിയും വടക്ക് പടിഞ്ഞാറ് മൂലക്കാണ്. അന്ന് സ്ഥാനം മാറും, അന്ന് അവിടെയാ മീറ്റിംഗ്. അപ്പൊ അന്ന് അങ്ങോട്ട് ആ ഡേറ്റുകളിൽ അങ്ങോട്ട് നോക്കി ദുആ ചെയ്യണം. 30-നും 23-നും 15-നും 3-നും വടക്കാണ് റിജാലുൽ ഗൈബ് സംഗമിക്കുക. അന്ന് അങ്ങോട്ട് നോക്കി ദുആ ചെയ്യണം. അങ്ങനെ ഓരോ ഡേറ്റ് തിരിച്ചിട്ട് ആ ഡേറ്റിൽ റിജാലുൽ ഗൈബ് എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ റിജാലുൽ ഗൈബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ വീടും എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചവരാരാണ്? ഈ സമൂഹത്തെ അബദ്ധം പഠിപ്പിച്ചവരാരാണ്? ആ തെറ്റ്, ആ കളവ് ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തവരാരാ? മുജാഹിദികളാണോ? അല്ല. മുജാഹിദികൾ അവസാനം ചോദ്യം ചെയ്തു, എവിടെടോ നിങ്ങൾക്ക് തെളിവ്? എവിടെടോ നിങ്ങൾക്ക് തെളിവ്? അപ്പോഴും അമ്പല സംസ്കാരം തന്നെ, അപ്പോഴും അമ്പല സംസ്കാരം തന്നെ. കാരണം എന്താ? ഈ അമ്പലത്തിന്റെ ചോട്ടിലായിരിക്കും കൂടുതൽ കിടക്കുക, അവരുമായിട്ട് ആ ബന്ധമാണ് കൂടുതലുള്ള. അതുകൊണ്ട് അപ്പൊ തന്നെ ഓർമ്മ വന്നത് രാമായണ. അപ്പൊ ഓർമ്മ വന്നു രാമായണം. അള്ളാഹ് എല്ലാത്തവരും വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവെന്താ മൂല്യരെ? രാമായണം. കേട്ടോളൂ. രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്നൊരു വാചകം. വാൽമീകി മഹർഷി രാമനോട് പറയണ, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. ഇന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനമല്ല നോക്കണ്ട. ശരീരം എന്ത് ചെയ്തു നോക്കണ്ട, മനസ്സെന്ത് ചെയ്തു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏതേ ആലികതേ കാന്താൽ തേതേ ആലികതേ സുതാ, നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കൊല്ലോ, അതിനുവേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ട്, ആ കൈ കൊടുത്താൽ സുതാ, നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്ത ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഉണ്ടില്ലേ? മനസ്സിലൊരു വ്യത്യാസം. മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ ഷേഖ് പഠിച്ചോളാൻ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ? രണ്ടും രണ്ടാ. ഒന്ന് അള്ളാഹ് കൊടുത്ത കഴിവോട്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവോട്ട് കാക്കാനും എന്ന വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കാര്യം വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ട തന്നെ, അത്രേ ആവശ്യമുള്ളൂ. ഉണ്ടോ? അപ്പൊ വാൽമീകിയുടെ തെളിവ് മതി, ഖുർആന്റെ തെളിവ് ആവശ്യമില്ല. എന്നിട്ടോ തെളിവ് ഇന്ന ശരീരകൃതം കൃതം, ഇന്ന താക്കീതിലുള്ളത്.
ശരീരകൃതം. ഈ രൂപത്തിൽ സഹോദരങ്ങളെ രാമായണം ഉദ്ധരിച്ചിട്ടല്ലേ ഈ സമൂഹത്തെ അള്ളയല്ലാത്തോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കാൻ പ്രോത്സാഹനം നൽകുകയാണ്. നിങ്ങൾ ഖുർആൻ ആയത്ത് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, രാമായണത്തിലുണ്ടെന്ന് അറിഞ്ഞത്. അതാ പറഞ്ഞ അമ്പല സംസ്കാരം. ഇതൊരു മുസ്ലിമിന് പരിചയമില്ല, ഒരു വിശ്വാസിക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. എന്തുകൊണ്ട് പറഞ്ഞു? മുസ്ലിങ്ങളിൽ ശിർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളിൽ ശിർക്കുണ്ടായിരുന്നു. സാധാരണക്കാരൻ അബദ്ധത്തിൽ ചാടിച്ചാണ് കള്ളം പറഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞില്ല കള്ളം പറയാം, അബദ്ധം പറയാം, എന്നാലും വിശ്വസിക്കണം എന്നൊക്കെ വിശ്വസിപ്പിച്ചിട്ട് സാധാരണക്കാരോട് മൊയ്ലിയാർ പറഞ്ഞ് പഠിപ്പിച്ച് അള്ളയില്ലാത്തവർ പ്രാർത്ഥിക്കാൻ, അള്ളയില്ലാത്തവർക്ക് നേർച്ച നേരാൻ, അള്ളയില്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കാൻ, ഇങ്ങനെ എല്ലാവിധ ആചാരങ്ങളും പഠിപ്പിച്ചിട്ട് മുസ്ലിം സമൂഹം അതനുസരിച്ച് പോയപ്പോ സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് വന്നു. മുജാഹിദുകൾ വന്നിട്ട് പറഞ്ഞു, പറ്റില്ല, ഇത് പാടില്ലൊരു മുസ്ലിമിന്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപം അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. അതുകൊണ്ട് ആ ശിർക്കിലേക്ക് നിങ്ങൾ പോകരുതേ ജനങ്ങളെ എന്ന് മുജാഹിദുകൾ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ശിർക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, ആരോപിച്ചതല്ല. ഇനി അമ്പലക്കടവ് ഫൈസിക്ക് വാദമുണ്ടോ മുസ്ലിങ്ങളിൽ ശിർക്കില്ല എന്ന്? അമ്പലക്കടവ് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മുത്തേടത്തേക്ക് ബസ് കയറിക്കോ. കാര്യം എന്താ? മുത്തേടം പറയാണ് ശിർക്കുണ്ട്, മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ശിർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ആ വിഷയത്തിലാണ്. കേട്ടോളൂ വാചകം. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വൽയകുൻ ഫീഹി മാ യകൂൻ, അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. കണ്ടോ? അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം ഇത് പറഞ്ഞാൽ കുടുങ്ങും. എന്നാലും മൂപ്പര് രണ്ടും കൽപ്പിച്ചൊക്കെ പറയാൻ തീരുമാനിച്ച. പക്ഷെ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ അനുഭവം കണ്ടിട്ട് തോന്നണ ഏതാണ് മൂപ്പര് കുടുങ്ങിയിട്ടുണ്ട് എന്നാ, വിരട്ടിലുകൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പൊ നേരെ തലതിരിഞ്ഞിട്ടുണ്ട് എന്നാ കേൾക്കുന്നത്. അപ്പൊ ഏതായാലും സഹോദരങ്ങളെ, മൂപ്പര് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി എന്ത്, മുസ്ലിം സമൂഹം ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ആ മുസ്ലിം സമൂഹത്തെയാണ് ഞാൻ ഇന്ന് നോവിക്കാൻ ഉദ്ദേശിക്കുന്നത്.